വെറും 2000 രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു വലിയ റൂം, കൂടെ നല്ല കട്ട മൂടൽ മഞ്ഞും നല്ല അടിപൊളി ട്രക്കിങ്ങും. പറഞ്ഞു വരുന്നത് ഏഷ്യയിലെ തന്നെ ഏക വാഹന നിരോധിത ഹിൽ സ്റ്റേഷനായ മാത്തേരനെ പറ്റിയാണ്. ഞങ്ങൾ 6 ചങ്ങായിമാർ തിരൂരിൽ നിന്ന് തുടങ്ങി മാത്തേരാൻ കണ്ടുവന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മളിത് അവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ട്രെയിനിൽ പോയൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാത്തേരാൻ പോകും. താനേ കിടന്ന് ഇറങ്ങും, താനേ പോയി ഇറങ്ങും. എന്നിട്ട് ബാക്കി അവിടെ നിന്നാണ്. നമ്മളിപ്പോൾ ഇതാ ഷിബിലുണ്ട്, പിന്നെ അതാ നമ്മളിപ്പോൾ യാക്കൂബുണ്ട്, പിന്നെ KP, ഫറാന്, ഇർഫാനാണ് ട്രെയിനിൽ പോയൊരു. ജൂൺ 22 ഒരു തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങളെ യാത്ര തുടങ്ങുന്നത്. ട്രെയിൻ കയറിയതും പിന്നെ ഫുൾ ഓണായിരുന്നു. യാത്രക്കിടെ കുറേ പുതിയ ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ട് കുറേ പേരെ പരിചയപ്പെട്ട് യൂനോ കോഡൊക്കെ കളിച്ച്, പിന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒക്കെ കൂടെ മിനി വീൽഷൊക്കെ കളിച്ച് എല്ലാവരായിട്ടും നല്ല കട്ട ചങ്ങായിമാരായി. കളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഉമ്മച്ചി ഞങ്ങൾ 6 പേർക്കും കൂടി കഴിക്കാൻ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈഡ് റൈസ് ഞങ്ങൾ എടുത്തത്. നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പൊതിഞ്ഞുകൊടുന്നിരുന്നു. ട്രെയിനിൽ ഇരുന്നിട്ട് ഉമ്മച്ചി ഉണ്ടാക്കിയ ആ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കണതിൻ്റെ ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. രാത്രിയായപ്പോൾ സിമ്പിളായി ബ്രെഡും ജാമും കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം, അതായത് ജൂൺ 23 ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ ഞങ്ങൾ താനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് മാത്തേരാൻ്റെ മെയിൻ പോയിൻ്റായ നേരാലിലേക്ക് പോകാൻ നമ്മൾ മുംബൈ ലോക്കൽ ട്രെയിനാണ് കയറിയത്. സത്യം പറഞ്ഞാൽ ഈ മുംബൈ ലോക്കൽ ട്രെയിൻ റൂട്ടൊക്കെ ഒരല്പം ട്രിക്കിയാണ്. സമയം കറക്റ്റായിട്ട് അറിയാൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യണത് നന്നായിരിക്കും. രാവിലെ ഒരു 8-8:30 ആയപ്പോഴത്തേന് നേരാലെത്തിയതും ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ നേരാലിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല ചൂട് മസാല ദോശ കഴിച്ച് പുറത്തിറങ്ങിയപാട് ഫുള്ള് റൂം ഏജൻറ്റുമാരുടെ ഒരു പട തന്നെ ഞങ്ങളെ പിന്നാലെ വരികയായിരുന്നു. ഞങ്ങൾ റൂമൊന്നും നേരത്തെ തന്നെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അവർ പറഞ്ഞ റൂമൊക്കെ ഒന്ന് നോക്കാൻ തീരുമാനിച്ച് അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി. ആദ്യം ഏജൻറ്റുമാരൊക്കെ നല്ല വിലയാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ മല്ലൂസ് അങ്ങനെ വിട്ടെടുക്കാൻ പാടണ്ട, നല്ല കട്ടായിട്ട് പേശി നിന്ന് കട്ട ബാർഗൈനിങ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ 6 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു വലിയ റൂം 2000 രൂപയ്ക്ക് ഞങ്ങൾ ഒപ്പിച്ച്. അത്ര രസമൊന്നുമില്ല, പക്ഷെ നമ്മൾ ട്രിപ്പ് വരില്ല, അപ്പോൾ അതിലൊക്കെ ഒതുങ്ങിക്കുക. ഹോട്ടലിൻ്റെ പേര് മേഘദൂത് എന്നായിരുന്നു. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. പിന്നെ മെയിൻ കാര്യം, ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേയ്സിലായിരുന്നു. വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ട് തന്നെ വില കുറവായിരുന്നു. വീക്കെൻഡിലാണെങ്കിൽ അത്യാവശ്യം റേറ്റ് കൂടും കേട്ടോ. അടുത്ത ലക്ഷ്യം മാത്തേരാൻ്റെ എൻട്രി പോയിൻ്റായ ദസ്തൂരി നഗ അഥവാ അമാൻ ലോഡ്ജിലാണ്. നേരാലിൽ നിന്ന് അങ്ങോട്ട് പോകാൻ നമുക്ക് ഷെയർ ടാക്സി കിട്ടും. ഒരാൾക്ക് 120 രൂപയാണ് വരുന്നത്. ഞങ്ങൾ കറക്റ്റ് 6 പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് തന്നെ എടുത്ത്. ഈ ദസ്തൂരി നഗ പോയിൻ്റിന് അപ്പുറത്തേക്ക് വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല. ഇവിടെ ഈ അമാൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്തേരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടോയ് ട്രെയിൻ ഉണ്ട്. ഞങ്ങൾ പോയ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. ആരും ഇങ്ങനത്തെ ബാഗ് എടുത്ത് വരാതിരിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ തലയിൽ വെച്ച് പണിക്കോണ പോലെ വരേണ്ടി വരും. ബാഗൊക്കെ എടുക്കുക. ഞങ്ങൾ അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേരാൻ്റെ നടക്കണേ. നടക്കുന്നത് വേറെ തന്നെ ഒരു വൈബ് തന്നെയല്ലേ. അങ്ങനെ ഞങ്ങളൊരു 2-3 കിലോമീറ്റർ നടന്നിട്ട് മാത്തേരാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല ക്ലിയർ ഡേ ആയതുകൊണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. മാത്തേരാൻ എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം കണ്ട പോയിൻ്റാണ് ഈ പോയിന്റ്. മലയാളീസൊക്കെ പെട്ടെന്ന് തന്നെ ഈ പോയിന്റ് കണ്ടാൽ എന്തായാലും ഫോട്ടോ എടുക്കാൻ മറക്കൂല. അങ്ങനെ നടന്ന് ഞങ്ങൾ മാത്തേരാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. മാത്തേരാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് മാത്തേരാൻ മാർക്കറ്റ് ഉള്ളത്. അങ്ങനെ റൂമിൽ ബാഗൊക്കെ വെച്ച് ഫ്രഷായി ഇറങ്ങിയപ്പോഴത്തേന് ഉച്ചയായി. വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പോർഷൻ നൂഡിൽസും ഫ്രൈഡ് റൈസും വാങ്ങി 2 പേർക്ക് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്ത് കഴിച്ച്. മാത്തേരാനിൽ ഇഷ്ടം പോലെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വ്യൂ പോയിന്റുകൾ കാണാറുണ്ട്. ആദ്യം കണ്ടത് കണ്ടാല പോയിൻ്റാണ്. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കുരങ്ങന്മാരുണ്ടാവും. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഫുഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. അവരെന്ന് എപ്പോഴാണ് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കണ്ടാല പോയിന്റിൽ നിന്ന് ഞങ്ങൾ നേരെ ഷാർലറ്റ് ലേക്കിലേക്ക് നടന്നു. ഇവിടെ എല്ലാ വ്യൂ പോയിന്റുകളും വരുന്നത് അടുത്തടുത്താണ്. എല്ലാ വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം ഒരു 1-2 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നടക്കേണ്ടവർക്ക് നടക്കാം. അല്ലെങ്കിൽ ഇവിടെ കുതിരകളുണ്ട്. 1 മണിക്കൂറിന് കുതിരകൾക്ക് ചാർജ് വരുന്നത് 700-800 രൂപയൊക്കെയാണ്. അപ്പോൾ നടക്കാൻ കഴിയാത്തവർക്ക് കുതിരകളെടുക്കാം. പിന്നെ നടക്കുകയാണെങ്കിൽ തന്നെ ഓരോ പോയിന്റ് എത്തുന്നതിൻ്റെ മുന്നേ അവിടെ സൈൻ ബോർഡുകളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എത്തും. വഴിതെറ്റി പോകാമെന്നുള്ള ഒരു ചാൻസ് ഒന്നും അവിടെ വരുന്നില്ല.
പിന്നെ മാത്തേരാൻ്റെ മാപ്പ് അവിടെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ സീലിയ പോയിൻറ്റും എക്കോ പോയിൻറ്റും ഒക്കെ കഴിഞ്ഞ് നടക്കുമ്പോൾ ഇതാ വരുന്ന പെട്ടെന്ന് കട്ട ഫോഗും നല്ല മഴയും. ഇതുവരെ ഉണ്ടായിരുന്ന മൂടനെ അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് മാറി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യൂസ് ആൻഡ് ത്രോ പ്ലാസ്റ്റിക് റെയിൻ കോട്ട് ഉണ്ടല്ലോ 50 രൂപേൻ്റെ ഒക്കെ, അതൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ച് ക്വാളിറ്റിയുള്ള റെയിൻ കോട്ട് കൊണ്ട് പോവുക. ഞങ്ങളിൽ ഒരു 2 പേർക്ക് റെയിൻ കോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ള് മഴ ഉണ്ട്. 2-3 പേര് കോട്ടിട്ട് ബാക്കിയുള്ളവർ കോട്ടിട്ടില്ല. അങ്ങനെ ആ നട്ടുച്ചക്കുള്ള ഫോഗിലും ഇരുട്ടിലൊക്കെ കൂടി ഞങ്ങൾ നടന്നിട്ട് ലാസ്റ്റ് സൺസെറ്റ് പോയിന്റിലെത്തി. സൺസെറ്റ് പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. സൺസെറ്റ് പോയിന്റിൽ സൺസെറ്റ് ഒന്നും കാണില്ല. സൺസെറ്റ് പോയിന്റ് ആണെങ്കിലും മഴ കാരണം അങ്ങനെ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ വ്യൂ അത് വേറെ തന്നെയായിരുന്നു. പിന്നെ അവിടെ വെച്ച് എനിക്കും എൻ്റെ ചെങ്ങായിക്കും ചെറിയൊരു പണി കിട്ടി. മഴയത്ത് ചാർജറൊക്കെ പോക്കറ്റിൽ വെച്ച് നടന്നിട്ട് വെള്ളം കയറിയിട്ട് ലാസ്റ്റ് ചാർജർ ഷോർട്ടായി പോയി. ചെങ്ങായിൻ്റെ ചാർജിങ് പോർട്ടും ഷോർട്ടായി. മഴ ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫോൺ ഉള്ളിൽ ചെയ്തു, അതുകൊണ്ട് എനിക്ക് വലിയ സീൻ വന്നില്ല. പക്ഷെ അവൻ്റെ ചാർജിങ് പോർട്ട് അടക്കം ഷോർട്ടായി പോയി. അതുകൊണ്ട് പിന്നെ കൂടുതൽ ഷോട്ടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് റൂമിലെത്തിയിട്ട് രാത്രി വീണ്ടും ഫുഡ് കഴിക്കാൻ ഞങ്ങൾ മാർക്കറ്റിൽ പോയി. ഉച്ചയ്ക്ക് കഴിച്ച ഐറ്റംസ് സൂപ്പർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 6 പേർക്ക് ഓരോ ഫുൾ പോർഷനാണ് ഓർഡർ ചെയ്ത്. അതൊരു വല്ലാത്ത അബദ്ധമായിരുന്നു. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് കഴിച്ചു തീർക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട്. അടുത്ത ദിവസം ജൂൺ 24-ന് രാവിലെ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നല്ലൊരു ചീസ് മസാല ദോശയും കഴിച്ച് ഞങ്ങൾ പെബ് ഫോർട്ട് ട്രക്കിങ്ങിന് ഇറങ്ങി. പിന്നെ ഈ മാത്തേരാനത്തെ ചായ അടിപൊളി കേട്ടോ. ഇവിടെ മറ്റേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഗ്ലാസ്സിൽ നിന്ന് ഒരു ചായ കിട്ടും, അത് അടിപൊളിയാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്, നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല. അങ്ങനെ ഞങ്ങൾ അമാൻ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് മാത്തേരാനക്ക് ടോയ് ട്രെയിൻ ഉണ്ട്. പക്ഷേ ടോയ് ട്രെയിനിൻ്റെ സമയം ഞങ്ങളുടെ സമയം കൂടി ഒത്തു വരാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ നടന്നു. പിന്നെയും ടോയ് ട്രെയിൻ ആണെങ്കിലും പതുക്കെ പോകും, ഞങ്ങളാണെങ്കിലും പതുക്കെ പോകും. അതുകൊണ്ട് ഞങ്ങൾ ടോയ് ട്രെയിൻ ട്രാക്ക് കൂടെ നടന്നു. ടോയ് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഒരു 10-50 രൂപയേ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കിവിടെ ഇ റിക്ഷ കിട്ടും. അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേരാൻ വരെ അല്ലെങ്കിൽ മാത്തേരാൻ തിരിച്ച് അമാൻ ലോഡ്ജ് വരെ നമുക്ക് ഈ റിക്ഷ കിട്ടും. ഒരാൾക്ക് 35 രൂപ എന്തോ ആണ് വരുന്നത്. നമ്മ ഇപ്പോൾ മാത്തേരാനിലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മത് പുലർച്ചെയാണ്, പക്ഷെ ഇത് പുലർച്ചല്ല. ഇതിപ്പോൾ സമയം നട്ടുച്ച 12:30-ക്കാണ്. എജ്ജാതി ഫോഗും. ഇതുവരെ നല്ല മഴയായിരുന്നു, ഇപ്പൊ ഒന്ന് ഒതുങ്ങിയതാ. ഇതിന്റെ വ്യൂ. അങ്ങനെ ഞങ്ങൾ നടന്ന അമാൻ ലോഡ്ജ് എത്തി. അമാൻ ലോഡ്ജിൽ നിന്ന് തിരിച്ച് നേരാലിലേക്ക് പോകാൻ ടോയ് ട്രെയിൻ ട്രാക്സ് ഉണ്ട്. പക്ഷേ മൺസൂൺ ആയി കഴിഞ്ഞാൽ ടോയ് ട്രെയിൻ ട്രാക്സ് ഒക്കെ പൂട്ടും. നേരാലിൽ നിന്ന് അമാൻ ലോഡ്ജിലേക്ക് ടോയ് ട്രെയിൻ ട്രാക്സ് തുറക്കില്ല. അപ്പോൾ ഈ അമാൻ ലോഡ്ജിൽ നിന്ന് നേരാലിലേക്ക് പോകാനുള്ള ടോയ് ട്രെയിൻ ട്രാക്സിൻ്റെ വഴിയിലൂടെയാണ് ഈ പെബ് ഫോർട്ടിലേക്കുള്ള വഴിയുള്ളത്. അങ്ങനെ ഞങ്ങൾ പെബ് ഫോർട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഒരു 2-3 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അറിയില്ല, ഞങ്ങൾ കുറേ നടന്നു. നമ്മ പെബ് ഫോർട്ടിനെ എൻട്രൻസ് അങ്ങനെ നടന്ന് പെബ് ഫോർട്ടിൻ്റെ എൻട്രി പോയിന്റ് എത്തി. കുറേ കുരങ്ങന്മാരും ലാസ്റ്റ് മണിയൊക്കെ അടിച്ച് പെബ് ഫോർട്ടിൻ്റെ എൻട്രിയിലെത്തി. അവിടെ നിന്നാണ് ശരിക്കും പെബ് ഫോർട്ട് ട്രക്കിങ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ടൈപ്പ് ട്രക്കിംഗ് ആണ്. ചെറിയ വഴികളും ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞാൽ മതി, അപ്പം കഴിഞ്ഞ്. ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഇറങ്ങി നടന്നെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറി. എന്നിട്ട് തിരിച്ച് അമാൻ ലോഡ്ജിലേക്ക് തന്നെ നടന്ന്. അമാൻ ലോഡ്ജിൽ നിന്ന് തിരിച്ച് നേരാൽക്ക് ടാക്സി പിടിച്ച് ലോക്കൽ ട്രെയിൻ കയറാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അമാൻ ലോഡ്ജിൽ നിന്ന് നേരിട്ട് പൻവേലിലേക്ക് ഒരു വണ്ടിക്കാരനോട് സംസാരിച്ചു. ആദ്യം അയാൾ 3000 ഒക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ സംസാരിച്ച് 1500 ഒപ്പിച്ച്. അങ്ങനെ 1500 രൂപയ്ക്ക് ഞങ്ങൾ 6 പേരെ പൻവേലിലെത്തിക്കാൻ അയാൾ സമ്മതിച്ചു. പൻവേലിലെത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല പൊറോട്ടയും ചിക്കൻ ചില്ലിയും കഴിച്ചു. ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. മലയാളി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളിയാവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒരു ആവറേജ് ടേസ്റ്റ്, കുഴപ്പമില്ല. അങ്ങനെ രാത്രി ട്രെയിൻ 22:140 ട്രെയിനിൽ പൻവേലിൽ നിന്ന് തിരൂരിലേക്ക് തിരിച്ചു കയറി. ട്രെയിനിൽ വെച്ച് കേരളത്തിൽ നിന്ന് മാത്തേരാനക്ക് പാക്കേജ് എടുത്ത് വന്ന കുറേ നല്ല അടിപൊളി മനുഷ്യന്മാരെ കണ്ടിട്ടാണ്. ഞങ്ങൾ അവരുമായിട്ട് നല്ല കട്ട ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. അവരെ ഞങ്ങൾക്ക് രാത്രി അൽഫാം മന്തിയൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു. അതും കൂടി ആയപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ക്ലോസ് ആയി. പിന്നെ വീണ്ടും ഞങ്ങൾ യൂനോ കാർഡ് എടുത്ത് കളി തുടങ്ങി എല്ലാവരും കൂടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. സർപ്രൈസ് കേക്ക് കട്ടിങ്ങും ഞങ്ങൾ ട്രെയിനിൽ വെച്ച് അതൊരു സെലിബ്രേഷൻ ആക്കി. പിറ്റേന്ന് രാവിലെ നീച്ചിട്ട് ഞങ്ങൾ ഏതോ ഒരു സ്റ്റേഷനിൽ നിന്ന് പഴമൊക്കെ വാങ്ങി. ഉച്ചയ്ക്ക് മംഗലാപുരം സ്റ്റേഷനിൽ നിന്ന് ഓർഡർ ചെയ്ത നല്ലൊരു ബിരിയാണിയും കഴിച്ചിട്ട് വീണ്ടും 2 റൗണ്ട് യൂനോ കാർഡൊക്കെ ഇട്ട് കുറച്ച് ലീലാമണി ഡയറികളൊക്കെ ചെയ്തിട്ട്
വ്യാഴാഴ്ച വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ തിരിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. വളരെ കുറഞ്ഞ ചിലവിൽ ഒരുപാട് ഓർമ്മകളുമായിട്ട് ഒരു അടിപൊളി ട്രിപ്പ്. നിങ്ങൾക്കും ഫ്രണ്ട്സിനൊപ്പം കുറഞ്ഞ ചിലവിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്തേരാൻ ഒരു മികച്ച ചോയ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. അടുത്ത യാത്രാവിശേഷമായി വീണ്ടും കാണാം. ബൈ.